അല്ലേ? 12 വയസ്സായ പെൺകുട്ടി 13 വയസ്സായ യുവാവിൽ നിന്നും ഗർഭം ധരിച്ചു. നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്, കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, അല്ലേ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മളവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, അവരെന്താണ്, അവരുടെ ആക്ടിവിറ്റീസ് എന്താണ്, സ്കൂളിൽ ചെന്നാലും സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നാലും ഉള്ള അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ ആരും തിരക്കാറില്ല. അവരെ ഒഴിക്കങ്ങ് വിട്ടേക്കാണ് ഇന്നത്തെ തലമുറ ചെയ്യുന്നത്. അപ്പം എനിക്ക് ആദ്യം കേട്ടപ്പോൾ അതൊരു പെട്ടെന്ന് ഷോക്കായി പോയി. അവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ തലമുറ, അല്ലേ? നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണല്ലോ ഈ പ്രണയം. അപ്പോൾ നമുക്ക് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ, എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആ കുട്ടി ചോദിച്ചത് ഇങ്ങനെയാണ്: അങ്കിള് പ്രണയിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രണയിച്ചാണോ വിവാഹം കഴിച്ചത്? അല്ലേ? നമ്മൾ പ്രണയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ നിറവും സൗന്ദര്യമില്ലായ്മയും ഒക്കെ കൊണ്ട് നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളൊക്കെ വളരെ കുറവാണ്. അഥവാ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണെങ്കിൽ പോലും അത്ര വലിയ ആത്മാർത്ഥതയൊന്നും കാണത്തില്ല. അത് തികച്ചും നാടകീയമായിരിക്കും, അല്ലേ? കാരണം നമ്മളങ്ങനെയാണ്. നമ്മളെ ഈ കറുത്ത ആൾക്കാരെയൊക്കെ അങ്ങനെ വലുതായിട്ട് ആരും ഇഷ്ടപ്പെടാറില്ല. എല്ലാവരും പറയും പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ പ്രണയം നമ്മുടെ അടുത്ത് എത്തുമ്പോൾ പ്രണയത്തിന് കണ്ണും ഉണ്ടാകും, മൂക്കും ഉണ്ടാകും. പ്രണയം ഓർമ്മിച്ച് വെക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മുടെ പ്രണയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സൗന്ദര്യ സങ്കല്പം തന്നെ, നമ്മുടെ കാലഘട്ടത്തിലെ സൗന്ദര്യ സങ്കല്പം തന്നെ അങ്ങനെയല്ലേ, അല്ലേ? വെളുത്ത സുന്ദരൻ, വെളുത്ത നായകൻ, സിനിമയിലായാലും അല്ലേ നാടകത്തിലായാലും ഒക്കെ നായകന്മാരെല്ലാം വെളുത്തവരായിരിക്കും. അപ്പോൾ വെളുപ്പിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ, അല്ലേ? അതാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രണയവും ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാവരും നമ്മുടെ ഈ തലമുറയെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ചിന്താഗതിക്കാണ് മാറ്റം വരുത്തേണ്ടത്. ഞാനൊരു കോമൺ ഫാക്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളിലെ അവരുടെ ചിന്താഗതി എന്താണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ആൽഫ, ബീറ്റ, ഗാമ എന്ന് വിളിക്കുന്ന ഈ തലമുറയിലെ കുട്ടികളിൽ അവരിൽ നിന്നും പ്രണയം എന്നേക്കുമായി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിനു പകരം, പ്രണയം എന്ന വാക്കിന് പകരം അവർ പ്രവർത്തിക്കുന്ന മറ്റൊരു വാക്ക് കാമമെന്നാണ്. അവർ പ്രണയത്തെ കാമമായിട്ട് കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഇന്ന് 12 വയസ്സും 13 വയസ്സും ഒക്കെ ആയ കുട്ടികൾ ഗർഭം ധരിക്കുന്നതും മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്, അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ രക്ഷകർത്താക്കളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കുട്ടികളെ സിനിമയും മറ്റു മാധ്യമങ്ങളായ ഇന്റർനെറ്റും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ അവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ നിമിഷവും നമ്മുടെ കുട്ടികൾ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികളെ, അല്ല നമ്മുടെ കുട്ടികളെ. ഇനി കുട്ടികളോടായി, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറച്ച് കൊച്ചു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. വായന ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആദ്യമൊക്കെ കുഞ്ഞു കഥകളും ഒക്കെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. പിന്നീട് നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ ശ്രമിക്കുക. വായനാശീലം വളർത്തിയെടുക്കുക. വായനാശീലത്തിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വിളയും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള കവി കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളാണ്.
അപ്പോൾ വായന ഒരു ശീലമായി മാറ്റിയെടുക്കുക. അപ്പോൾ വിടരട്ടെ നന്മയുടെ പൂവുകൾ, തെളിയട്ടെ അറിവിൻ്റെ ജ്വാലകൾ.